Good afternoon. നമ്മളിനി ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള റാൻഡം നമ്പർ ജനറേഷനാണ് പഠിക്കുന്നത്. റാൻഡം നമ്പർ ജനറേഷൻ പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് സിമുലേഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്ന് നോക്കാം. Simulation statistics is using artificially generate data in order to test out a hypothesis or statistical method. Whenever a new statistical method is developed or used, there are assumptions that are need to be tested and confirmed. Statisticians use simulated data to test them out. ഈ ഒരു സിമുലേഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്തിനാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഡേറ്റ ജനറേറ്റ് ചെയ്യുക. നമ്മൾ ഈ ഡേറ്റ മെയിനായിട്ട് ജനറേറ്റ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. ഇപ്പോൾ നമ്മളൊരു പുതുതായിട്ടൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഡെവലപ്പ് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് കുറേ അസംഷൻസ് കാണും. അപ്പോൾ ആ ഒരു അസംഷൻസ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് അത് കൺഫേം ചെയ്യേണ്ടത്. സോ ആ ഒരു ടെസ്റ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഡേറ്റ ജനറേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനാണ് സിമുലേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് റാൻഡം നമ്പർ ജനറേഷനിലേക്ക് പോകാം. റാൻഡം നമ്പേഴ്സ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 3 മെത്തേഡ്സാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് ടേബിൾസ് ഓഫ് റാൻഡം നമ്പേഴ്സ്, സെക്കൻഡ് വൺ റാൻഡം നമ്പർ ജനറേറ്റർ, ആൻഡ് തേർഡ് വൺ സ്യൂഡോ റാൻഡം നമ്പർ ജനറേറ്റർ. The largest of the published random number table contained 1 million digits by the Rand Corporation. Tables of random numbers are used only for simulation methods പെർഫോംഡ് മാനുവലി. നമ്മൾ മെയിനായിട്ട് മാനുവലായിട്ട് ഈ ഒരു റാൻഡം നമ്പർ ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ടേബിൾസ് ഓഫ് റാൻഡം നമ്പേഴ്സ്. ഇതുവരെ പബ്ലിഷ് ചെയ്ത റാൻഡം നമ്പർ ടേബിളിൽ ഏറ്റവും വലുതെന്ന് പറയുന്നത് 1 മില്യൺ ഡിജിറ്റ്സ് ഉണ്ട്. അതിൽ അത് ഇറക്കിയിരിക്കുന്നത് റാൻഡ് കോർപ്പറേഷൻ ആണ്. ബൈ റാൻഡം നമ്പർ ജനറേറ്റർ വി മീൻ എ മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ ഡിവൈസ് ലൈക്ക് വാക്വം ട്യൂബ്, നോയിസ് ജനറേറ്റർ, റൗലറ്റ്, വീലർ, yarns containing numerical boards or paper slips etc. used for generating random numbers, but these devices are too slow and not economic or more error prone. Also, a sequence of random numbers generated by these methods can be reproduced at a later stage or by another person for generating the simulation study. Hence, it is better to use pseudo random number generators. ഈ റാൻഡം നമ്പർ ജനറേറ്റർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നെങ്കിൽ ഒരു മെക്കാനിക്കൽ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ ഡിവൈസ് വെച്ചിട്ട് നമ്മൾ റാൻഡം നമ്പേഴ്സിനെ ജനറേറ്റ് ചെയ്യാനാണ്. ഇങ്ങനെ ഡിവൈസസ് വഴി നമ്മൾ റാൻഡം നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് ഡ്രോബാക്സ് എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ എക്സ്പെൻസീവ് ആയിരിക്കും, പിന്നെ എറർ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്, പിന്നെ ഇത് നല്ല സ്ലോയും ആയിരിക്കും. വേറൊരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം ജനറേറ്റ് ചെയ്ത ഒരു റാൻഡം നമ്പേഴ്സ് പിന്നെ വീണ്ടും അത് തന്നെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ 2 മെത്തേഡിനെക്കാട്ടിലും കൂടുതലും പ്രിഫർ ചെയ്യുന്ന തേർഡ് മെത്തേഡായിട്ടുള്ള സ്യൂഡോ നമ്പർ ജനറേറ്റേഴ്സ് ആണ്. Numbers obtained by a mathematical formula that imitate the values of a random variable which is uniformly distributed in the interval 0-1 are called pseudo random numbers. ഇവിടെ നമ്മൾ ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല വെച്ചിട്ടാണ് ഈ റാൻഡം വേരിയബിളിനെ ജനറേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതിൻ്റെ ഇൻ്റർവൽ 0-1 ആണെന്ന് നമുക്കറിയാം. Here the word imitate means that these numbers satisfy all the important tests for randomness, test for goodness of fit, test for independence etc. just as if they were values of the random variable under consideration. For this we can use the run test, gamma test, pp plots. ഇവിടെ നമ്മൾ ജനറേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഈ റാൻഡം നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ടെസ്റ്റുകളും, അതായത് ടെസ്റ്റ് ഓഫ് റാൻഡംനെസ്, ടെസ്റ്റ് ഓഫ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ്, ടെസ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ്, ഇതുപോലെയുള്ള എല്ലാ ടെസ്റ്റുകളും സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ളതായിരിക്കണം. Pseudo random numbers are not real random numbers but only exhibit the randomness property and they are purposefully generated. Since they are purposefully generated, obviously they are respectable. ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ള ഈ സ്യൂഡോ നമ്പേഴ്സ് എന്ന് പറയുന്നത് റിയൽ ആയിട്ടുള്ള റാൻഡം നമ്പേഴ്സ് അല്ല, പക്ഷേ ഇവിടെ റാൻഡംനെസ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. നമ്മളിത് പർപ്പസ്ഫുള്ളായിട്ട് ജനറേറ്റ് ചെയ്തെടുക്കുന്ന റാൻഡം നമ്പേഴ്സ് ആണ്. Also, generally, an acceptable method for generating pseudo numbers must yield a sequence which is uniformly distributed, statistically independent, repeatable, non-repeating for any desired length. നമ്മൾ സ്യൂഡോ നമ്പർ ജനറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് മെയിനായിട്ട് ഈ ഒരു കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ളതായിരിക്കണം. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, റിപ്പീറ്റബിൾ ആയിരിക്കണം, അതുപോലെ നോൺ റിപ്പീറ്റിംഗ് ഫോർ എനി ഡിസൈഡ് ലെങ്സ്. ഈ ഒരു 4 കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന മെത്തേഡ്സ് ആണ് നമ്മൾ മെയിനായിട്ട് സ്യൂഡോ നമ്പർ ജനറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. Generation of non-uniformly distributed random numbers. In many situations, experiments require random sample from non-uniform continuous type distributions such as exponential, gamma, Cauchy, etc. There are many
special techniques and tricks for computing uniform pseudo-random numbers into random numbers from various other distributions. ഇപ്പം നമ്മൾ ഇപ്പോൾ പറഞ്ഞത് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻസിൽ നിന്ന് റാൻഡം നമ്പേഴ്സിനെ ഒബ്റ്റെയിൻ ചെയ്യുന്നതാണ്. ചില കേസസ് നമുക്ക് നോൺ യൂണിഫോം ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻസിൽ നിന്നും റാൻഡം നമ്പേഴ്സിനെ ജനറേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മെത്തേഡ് എന്താണെന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. Inverse transformation method. Suppose we want to generate a random sample x1, x2, etc. xn from a continuous population with distribution function f of x. By definition, we know that the probability distribution function increases from 0 to 1. Also, since x is continuous, f of x takes all the values between 0 and 1. നമുക്കിപ്പോൾ ഒരു റാൻഡം സാമ്പിളിനെ ജനറേറ്റ് ചെയ്യണമെന്ന് വെക്കുക. റാൻഡം സാമ്പിളിൻ്റെ എലമെൻറ്റ്സ് നമ്മൾ x1, x2, etc. xn ആയിട്ട് എടുത്തു. ഒരു കണ്ടിന്യൂസ് പോപ്പുലേഷനിൽ നിന്നാണ് എടുക്കേണ്ടത്. ആ ഒരു കണ്ടിന്യൂസ് പോപ്പുലേഷൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആണ്. ഡെഫിനിഷൻ അനുസരിച്ച് നമുക്കറിയാം പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 to 1 ആണ്. സോ നമ്മൾ എക്സ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂസും 0ക്കും 1നും ഇടയ്ക്ക് തന്നെയായിരിക്കും. For any u 0 less than or equal to u less than or equal to 1, there exists a unique xu such that u is equal to probability of xu. Symbolically, this value of x may be represented by f inverse of u, the inverse functional value. So we have xu is equal to f inverse of u as the generated random observation from the population with distribution function f of x. ഇപ്പം നമ്മൾ ഒരു യു കൺസിഡർ ചെയ്യുമെന്ന് വെച്ചാൽ, അതായത് നമ്മൾ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എടുത്തിട്ടുള്ളൊരു ഒബ്സർവേഷനാണ്. ആ ഒരു ഒബ്സർവേഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0ക്കും 1നും ഇടയ്ക്കായിരിക്കും. സോ ഏതൊരു പർട്ടിക്കുലർ വാല്യൂ ഓഫ് യുവിനും ഒരു എക്സ് യു എന്ന് പറയുന്ന ഒരു വാല്യൂ എക്സിസ്റ്റ് ചെയ്യും. അത് എങ്ങനെയാണ് അതിൻ്റെ റിലേഷൻ എന്ന് വെച്ചാൽ യു ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് യു ആയിരിക്കും. അപ്പോൾ നമുക്ക് സിംബോളിക്കലി എക്സിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് യു എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാമല്ലോ. സോ നമ്മൾ എക്സ് യു എന്ന് പറയുന്നത് എഫ് ഇൻവേഴ്സ് ഓഫ് യു എന്ന് പറയുന്നതാണ് നമ്മുടെ പുതിയതായിട്ട് ജനറേറ്റ് ചെയ്തെടുത്തിട്ടുള്ള റാൻഡം ഒബ്സർവേഷൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു റാൻഡം ഒബ്സർവേഷൻസ് ജനറേറ്റ് ചെയ്തിട്ടുള്ള പോപ്പുലേഷൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആയിരിക്കും ഇവിടുത്തെ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഇൻ ഷോർട്ട്, ടു ജനറേറ്റ് എം റാൻഡം ഒബ്സർവേഷൻ ഫ്രം എ കണ്ടിന്യൂസ് പോപ്പുലേഷൻ വിത്ത് എ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്, we generate n pseudo random observation u1, u2, etc. un from uniform distribution 0, 1 and apply the transformation xi is equal to f inverse of ui, where I is equal to 1, 2, 3, etc. n. അപ്പം ജനറലായിട്ട് നമുക്ക് എന്ത് പറയാം? നമുക്ക് എം റാൻഡം ഒബ്സർവേഷൻസ് വേണമെന്ന് വെച്ചു. നമ്മൾ എടുക്കുന്ന ഒബ്സർവേഷൻസ് ഒരു കണ്ടിന്യൂസ് പോപ്പുലേഷൻ ആയിരിക്കും. ഒരു കണ്ടിന്യൂസ് പോപ്പുലേഷൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആണ്. സോ നമുക്ക് എം റാൻഡം ഒബ്സർവേഷൻസ് വേണമെങ്കിൽ നമ്മൾ എൻ സ്യൂഡോ റാൻഡം ഒബ്സർവേഷൻസിനെ ജനറേറ്റ് ചെയ്യും. ആ ഒബ്സർവേഷനെ നമ്മൾ u1, u2, etc. un എന്ന് പറഞ്ഞാണ് എടുക്കുന്നത്. എടുത്തിട്ടുള്ള u1, u2, etc. un എന്ന് പറയുന്ന യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ 0, 1ൽ നിന്നായിരിക്കും. അതിനുശേഷം നമ്മളതിന് ട്രാൻസ്ഫോർമേഷൻ കൊടുക്കും. കൊടുക്കുന്ന ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് എക്സ് ഐ ഇസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് യു എ എന്ന് പറഞ്ഞാണ് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊടുക്കുന്നത്. സോ നമുക്കിതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയായിട്ട് നോക്കാം. ആദ്യം നമ്മൾ ഇൻപുട്ട് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്, ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിനെ കൺസിഡർ ചെയ്യും. ജനറേറ്റ് യു ഫ്രം u0, 1. അതിനുശേഷം നമ്മൾ യൂണിഫോം ഒബ്സർവേഷൻസ് ഈ ഒരു യൂണിഫോം ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് ജനറേറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ എക്സ് ഇസ് ഈക്വൽ എഫ് ഇൻവേഴ്സ് ഓഫ് യു എന്ന് പറയുന്ന കമ്പ്യൂട്ട് ചെയ്യും. അത് കഴിഞ്ഞ് നമുക്ക് എന്താ ഔട്ട്പുട്ട് എക്സ് സ്യൂഡോ റാൻഡം നമ്പേഴ്സായിട്ട് കിട്ടും. അപ്പോൾ ഇത്രയാണ് ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെത്തേഡിൽ നടക്കുന്നത്. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന റിജക്ഷൻ മെത്തേഡാണ്. ഈ മെത്തേഡിനെ അക്സെപ്റ്റ് റിജക്റ്റ് മെത്തേഡ് എന്നും പറയും. ദ റിജക്ഷൻ മെത്തേഡ് ഫോർ ജനറേറ്റിംഗ് സാമ്പിൾസ് ഫ്രം നോൺ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ works by generating uniform random numbers repeatedly and accepting only those random numbers satisfying certain condition. ഈ റിജക്ഷൻ മെത്തേഡിനകത്ത് നമ്മൾ സാമ്പിൾസ് എങ്ങനെയാണ് ഒരു നോൺ യൂണിഫോം ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് എടുക്കുന്നതെന്ന് വെച്ചാൽ, ആദ്യമേ നമ്മൾ യൂണിഫോം റാൻഡം നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ ആ ഒരു സെറ്റ് ഓഫ് യൂണിഫോം റാൻഡം നമ്പേഴ്സിൽ നിന്ന് ചിലത് മാത്രമേ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അത് അക്സെപ്റ്റ് ചെയ്യുന്നത് certain കണ്ടീഷൻസിൻ്റെ ബേസിലായിരിക്കും. ദ കണ്ടീഷൻസ് ഓഫ് acceptance is designed so that the random numbers appears to be taken from the distribution under consideration. For a successful application of the method, the PDF should be continuous and non-zero only over a finite interval, say a, b. ഇവിടെ നമ്മൾ certain കണ്ടീഷൻസിൻ്റെ ബേസിലാണ് ഈ ഒരു റാൻഡം നമ്പേഴ്സിനെ ചൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. ഈ ഒരു കണ്ടീഷൻസ് ഓഫ് അക്സെപ്റ്റൻസ് നമ്മൾ എങ്ങനെ ഡിസൈൻ ചെയ്തേക്കുന്നത് വെച്ചാൽ, നമ്മൾ സെലക്ട് ചെയ്യുന്ന റാൻഡം നമ്പേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് തന്നെയായിരിക്കും. ഇവിടെ ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ PDF എന്ന് പറയുന്നത് കണ്ടിന്യൂസും നോൺ സീറോ ആയിരിക്കുന്നത് ഒരു ഫൈനൈറ്റ് ഇൻ്റർവെല്ലിൽ മാത്രമായിരിക്കും. ആ ഒരു ഇൻ്റർവെല്ലിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എ ബി എന്ന് കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ലെറ്റ് എഫ് ഓഫ് എക്സ് ബി ബൗണ്ടഡ് ബൈ ആൻ അപ്പർ ലിമിറ്റ്. ദ റിജക്ഷൻ മെത്തേഡ് കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ്സ്. അപ്പോൾ ഈ റിജക്ഷൻ മെത്തേഡ് എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടതെന്നുള്ള സ്റ്റെപ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജനറേറ്റ് എ പെയർ ഓഫ് യൂണിഫോം സ്യൂഡോ റാൻഡം ഒബ്സർവേഷൻസ് ഫ്രം യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ 0, 1. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരു പെയർ ഓഫ് സ്യൂഡോ റാൻഡം ഒബ്സർവേഷനെ ജനറേറ്റ് ചെയ്യണം. അത് നമ്മൾ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ 0, 1ൽ നിന്നാണ് എടുക്കുന്നത്.
Using u1, locate a point p on the x-axis as p is equal to a plus b minus a into u1. അപ്പോൾ നമ്മൾ ആ ഒരു പെയർ ഓഫ് ഒബ്സർവേഷൻ എടുത്തല്ലോ u1 u2. ആ ഒരു u1 വെച്ചിട്ട് ഈ ഒരു എക്സ് ആക്സിസിൽ ഒരു പോയിന്റ് പി നമ്മൾ മാർക്ക് ചെയ്യണം. ആ പി എന്ന് പറയുന്ന പോയിന്റ് എന്തായിരിക്കും? എ പ്ലസ് ബി മൈനസ് എ ഇൻറ്റു u1 എന്നുള്ള ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരിക്കും. യൂസിങ് u2 ലൊക്കേറ്റ് പോയിന്റ് q ഓൺ ദ y ആക്സിസ് ആസ് q ഇസ് ഇക്വൽ ടു സി u2. നമ്മൾ രണ്ടാമത്തെ പോയിന്റ് ആയി u2 വെച്ചിട്ട് y ആക്സിസിൽ ഒരു പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യും. ആ മാർക്ക് ചെയ്യുന്ന പോയിന്റ് നമ്മൾ q ആയിട്ട് എടുക്കുന്നത്. q എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? q ഇസ് ഇക്വൽ ടു സി u2 ആയിരിക്കും. ഇഫ് q ഗ്രേറ്റർ ദാൻ f of p, reject the pair u1 u2 and go to the step 1. അപ്പം നമ്മൾ എടുത്തിട്ടുള്ള q എന്ന് പറയുന്നത് f of p-നെക്കാട്ടിലും കൂടുതലാണെങ്കിൽ നമ്മൾ ആ ഒരു u1 u2 എന്നുള്ള പെയർ റിജക്റ്റ് ചെയ്തിട്ട് വീണ്ടും ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് തന്നെ പോകും. ഇവിടെ നമ്മൾ ഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇതാണ് നമ്മുടെ a എന്ന് പറയുന്ന പോയിന്റ്, ഇതാണ് b എന്ന് പറയുന്ന പോയിന്റ്, ഇതാണ് p is equal to a plus b minus a into u1 എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ y ആക്സിസിലുള്ള പോയിന്റ് q is equal to c u2. ഈ ഒരു കർവിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റാണ് c എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ q ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് പി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ വെൻ ദ പോയിന്റ് പി ക്യൂ ഫോൾ ഔട്ട്സൈഡ് ദ കർവ് വി ഗോ ടു ദ സ്റ്റെപ്പ് 1. അതായത് ഈ ഒരു കർവ് ഉണ്ടല്ലോ, ഈ കൊടുത്തിട്ടുള്ള ഈ ഒരു കർവിൻ്റെ ഔട്ട്സൈഡിലാണ് ഈ ഒരു പോയിന്റ് പി ക്യൂ ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു u1 u2 എന്നുള്ള പോയിന്റിനെ റിജക്റ്റ് ചെയ്തിട്ട് വീണ്ടും ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് തന്നെ പോകും. വെൻ q ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് പി, that is when the point pq fall inside the curve, accept p as the pseudo random number from the population with the PD of f of x. അപ്പോൾ ഈ ഒരു q എന്ന് പറയുന്ന പോയിന്റ് എഫ് ഓഫ് പിനെക്കാട്ടിലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ, അതായത് ഈ ഒരു കർവിനുള്ളിൽ തന്നെയാണ് പി ക്യൂ എന്ന് പറയുന്ന പോയിന്റ് ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ പി എന്ന് പറയുന്ന പോയിന്റിനെ സ്യൂഡോ റാൻഡം നമ്പേഴ്സ് ആയിട്ട് എടുക്കും. വി റിപ്പീറ്റ് ദ പ്രൊസീജിയർ ടിൽ ഇനഫ് നമ്പേഴ്സ് ഓഫ് റാൻഡം നമ്പേഴ്സ് ആർ ഒബ്റ്റെയിൻഡ്. The figure given above illustrates how the rejection technique can be used to generate pseudo-random numbers from the population under consideration. അപ്പോൾ നമ്മളിങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്ന മെത്തേഡും പറഞ്ഞു, റിജക്റ്റ് ചെയ്യുന്ന മെത്തേഡും പറഞ്ഞു. നമുക്ക് ആവശ്യം അനുസരിച്ചുള്ള റാൻഡം നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യുന്നിടം വരെ നമ്മൾ ഈ ഒരു പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ അക്സെപ്റ്റ് റിജക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ഒരു സ്യൂഡോ റാൻഡം നമ്പേഴ്സ് എങ്ങനെയാണ് ചില സ്റ്റാൻഡേർഡ് ഡിസ്ട്രിബ്യൂഷൻസിൽ നിന്ന് ഡ്രോ ചെയ്യുന്നതെന്ന് നോക്കുന്നത്. ആദ്യമേ നമ്മൾ നോക്കുന്നത് ബോക്സ് മുള്ള അൽഗോരിതം ഫോർ ജനറേറ്റിംഗ് സ്യൂഡോ റാൻഡം നമ്പേഴ്സ് ഫ്രം സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഒരു സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് എങ്ങനെ നമ്മൾ ഈ ഒരു സ്യൂഡോ റാൻഡം നമ്പേഴ്സിനെ ജനറേറ്റ് ചെയ്യുന്നതെന്ന് നോക്കുന്നത്. എ സിമ്പിൾ ആൻഡ് ഇഫക്റ്റീവ് മെത്തേഡ് ഫോർ ജനറേറ്റിംഗ് സ്യൂഡോ റാൻഡം നമ്പേഴ്സ് ഫ്രം നോർമൽ population is the Box-Muller method. Suppose u1 and u2 are the independent pseudo-random observations from uniform distribution 0, 1 population. Then z1 is equal to root of minus 2 log u sine 2 pi u2 and z2 is equal to root 2 log u1 cos 2 pi u2 are independent pseudo-random observations from normal distribution 0, 1 population. A sample of pseudo-random observation from normal distribution mu comma sigma square population can be obtained from the i's as xi is equal to mu plus sigma zi where i is equal to 1, 2, 3 etc. n. അപ്പോൾ നമ്മൾ ഈ ഒരു ബോക്സ് മുള്ള മെത്തേഡിനകത്ത് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്നാണ് റാൻഡം നമ്പേഴ്സിനെ ജനറേറ്റ് ചെയ്യുന്നത്. നമ്മൾ ആദ്യമേ u1 u2 എന്ന് പറയുന്ന രണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്യൂഡോ റാൻഡം ഒബ്സർവേഷനെ എടുക്കുകയാണ്. അത് നമ്മൾ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ 0, 1 നിന്നാണ് എടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ രണ്ട് റിലേഷൻഷിപ്പ് നോക്കും. z1 is equal to root of minus 2 log u1 sin 2 pi u2 അതുപോലെ തന്നെ z2 is equal to root of 2 log u1 cos 2 pi u2 കണ്ടുപിടിക്കും. ഇവിടെ ഈ z1ഉം z2 എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള രണ്ട് ഇൻഡിപെൻഡൻറ്റ് സ്യൂഡോ റാൻഡം ഒബ്സർവേഷൻ ആണ്. ഇനി നമുക്ക് ഈ ഒരു സെറ്റ് ഓഫ് സാമ്പിൾ സ്യൂഡോ റാൻഡം ഒബ്സർവേഷൻ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടുള്ള നോർമൽ മ്യൂ കോമ സിഗ്മ സ്ക്വയറിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യണമെങ്കിൽ ഈ z ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അതിനുള്ള റിലേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. xi is equal to മ്യൂ പ്ലസ് സിഗ്മ zi എന്ന് പറഞ്ഞ് നമ്മൾ ഈ റാൻഡം നമ്പേഴ്സിനെ ജനറേറ്റ് ചെയ്യും. ഇവിടെ i എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1, 2, 3 എക്സ്ട്രാ n ആയിരിക്കും. ഇനി ഇതുപോലെ തന്നെ നമുക്ക് വേറൊരു മെത്തേഡ് വഴിയും നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് സ്യൂഡോ റാൻഡം നമ്പേഴ്സിനെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. യൂസിങ് ദ കൺസെപ്റ്റ് ഓഫ് സെൻട്രൽ ലിമിറ്റ് തിയറം വി ക്യാൻ സജസ്റ്റ് the following method to generate a normal 0, 1 pseudo-random observation. Let ui is equal to I is equal to 1, 2, 3 etc. n be a pseudo-random observation from uniform distribution 0, 1 population. Then expectation of ui is equal to 1 by 2 and variance of ui is equal to 1 by 12 for all I is equal to 1, 2, 3 etc. n. If n is large, by central limit theorem z is equal to summation ui minus n by 2 divided by root of n by 12. Follow normal distribution with 0, 1 approximately. This method is approximate and slow. N is equal to 30 is sufficient.
ഇവിടെ നമ്മൾ രണ്ടാമത് ഈ ഒരു നോർമൽ പോപ്പുലേഷനിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന തിയറം സെൻട്രൽ ലിമിറ്റ് തിയറമാണ്. സെൻട്രൽ ലിമിറ്റ് തിയറം വഴി നമ്മൾ സ്യൂഡോ റാൻഡം നമ്പേഴ്സ് ഒബ്സർവേഷനെ ജനറേറ്റീവ് ആണ്. ഇവിടെ നമ്മൾ UI എന്ന് പറയുന്ന കുറേ സെറ്റ് ഓഫ് ഒബ്സർവേഷൻസ് എടുക്കുകയാണ്. N ഒബ്സർവേഷൻസ് ആണ് എടുക്കുന്നത്. എടുക്കുന്ന റാൻഡം ഒബ്സർവേഷൻ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ 0-1 നിന്നാണ്. ഇവിടെ എക്സ്പെക്ടേഷൻ ഓഫ് UI എന്ന് പറയുന്നത് 1/2 വേരിയൻസ് ഓഫ് UI എന്ന് പറയുന്നത് 1/12 ആണ്. അപ്പോൾ നമ്മൾ സെൻട്രൽ ലിമിറ്റ് തിയറം വഴി നമുക്ക് ഈ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ സ്റ്റാൻഡേർഡ് നോർമലായി മാറ്റാം? സമ്മേഷൻ UI മൈനസ് n/2 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് അതിൻ്റെ വേരിയൻസ് അത് എത്രയായിരിക്കും? n/12 വരുമ്പോൾ നമുക്കിതിനെ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ഈ കിട്ടുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ് ആയിരിക്കും. ഇനി നമുക്ക് സ്യൂഡോ റാൻഡം നമ്പേഴ്സിനെ ലോഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം. If x follows normal mu comma sigma square, y is equal to e raised to x follows log normal distribution. Hence, generate a pseudo random observation x from normal distribution mu comma sigma square population and compute e raised to x to get a log normal pseudo random observation. നമുക്കറിയാം എക്സ് നോർമൽ മ്യൂ കോമ സിഗ്മ സ്ക്വയർ ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ വൈ എന്ന് പറയുന്നതിനെ നമ്മൾ ഇ റേസ് ടു എക്സ് ആയിട്ട് എടുത്തെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇ റേസ് ടു എക്സ് ഏത് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്? ലോഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. സോ നമുക്ക് ലോഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് ഒരു സെറ്റ് ഓഫ് റാൻഡം നമ്പേഴ്സിനെ ജനറേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യമേ നമ്മൾ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ യൂസ് ചെയ്ത് നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് കുറച്ച് റാൻഡം സെറ്റ് ഓഫ് ഒബ്സർവേഷനെ ജനറേറ്റ് ചെയ്യുക. അതിനുശേഷം ഇ റേസ് ടു എക്സ് കണ്ടുപിടിച്ച് ലോഗ് നോർമലിലേക്ക് അത് കൺവേർട്ട് ചെയ്യുക. ഇനി നമ്മൾ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത് നോക്കാം. കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് k ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. If Z1, Z2, etc. Zk are independent normal 0-1 random variables, then summation I is equal to 1 to k Zi square follows chi square with k degrees of freedom. So we generate k pseudo random observation Z1, Z2, etc. Zk from normal 0-1 population and compute summation I is equal to 1 to k Zi square as the generated pseudo random observation from chi square with k degrees of freedom. Z1, Z2, etc. Zk എന്ന് പറയുന്ന ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കുറേ റാൻഡം വേരിയബിൾസ് നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുവാണ്. അങ്ങനെയാണെങ്കിൽ സമ്മേഷൻ I is equal to 1 to k Zi സ്ക്വയർ എന്ന് പറയുന്ന ഏത് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്? കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം k ആണ്. സോ നമുക്ക് ഈ ഒരു k സ്യൂഡോ റാൻഡം ഒബ്സർവേഷനെ ജനറേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യമേ നമ്മൾ Z1, Z2, etc. Zk എന്ന് പറയുന്ന കുറേ സെറ്റ് ഓഫ് ഒബ്സർവേഷനെ നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്നു. അതിനുശേഷം ഇതിൻ്റെ സമ്മേഷൻ I is equal to 1 to k Zi സ്ക്വയർ കണ്ടുപിടിക്കുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് k ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൻ്റെ സ്യൂഡോ റാൻഡം ഒബ്സർവേഷൻസ് കിട്ടും. ഇനി നമ്മൾ ടി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് k ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൽ എന്താ ചെയ്യുന്നത് നോക്കുക. ഈ ടി ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ നമ്മൾ എക്സ് എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ കൺസിഡർ ചെയ്യുവാണ്. അത് നോർമൽ 0-1 അതായത് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്നായിരിക്കും. പിന്നെ y എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടി ആയിട്ടുള്ള റിലേഷൻ എന്താ? x ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് y/n ആയിരിക്കും ടി ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നത്. അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് n ആയിരിക്കും. ഇവിടെ നമുക്ക് k+1 സ്യൂഡോ റാൻഡം ഒബ്സർവേഷൻസ് ഈ ഒരു സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്നു. അതിനുശേഷം നമ്മൾ ടി ഈസ് ഈക്വൽ ടു Zi ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് സമ്മേഷൻ I is equal to 2 to k+1 Zi square by k ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ടി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് k ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൻ്റെ സ്യൂഡോ റാൻഡം ഒബ്സർവേഷൻസ് കിട്ടും. ഇനി നമ്മൾ എഫ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് സ്യൂഡോ റാൻഡം ഒബ്സർവേഷൻസ് ജനറേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ നമ്മൾ x1, x2 എന്ന് പറയുന്ന രണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കൈ സ്ക്വയർ റാൻഡം വേരിയബിൾസ് കൺസിഡർ ചെയ്തു. x1ൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n1ഉം x2ൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n2 ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ എഫും ഇതും തമ്മിലുള്ള റിലേഷൻ എന്താ? f is equal to x1 ഡിവൈഡ് ബൈ n1 ദ ഹോൾ ഡിവൈഡ് ബൈ x2 ഡിവൈഡ് ബൈ n2 എന്ന് പറയുന്നത് എഫ് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഫോളോ ചെയ്യുന്നത് വിത്ത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n1, n2 ആയിരിക്കും. അങ്ങനെ ആകുമ്പോഴത്തേക്കും നമ്മൾ ആദ്യമേ n1 + n2 സെറ്റ് ഓഫ് സ്യൂഡോ റാൻഡം ഒബ്സർവേഷനെ സ്റ്റാൻഡേർഡ് നോർമൽ പോപ്പുലേഷനിൽ നിന്നെടുത്തു. അതിനുശേഷം എഫ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ I is equal to 1 to n Zi square by n1 ദ ഹോൾ ഡിവൈഡ് ബൈ സമ്മേഷൻ I is equal to n1 + 1 to n1 + n2 Zi square by n2 എന്ന് പറയുന്നത് കണ്ടുപിടിച്ചു. ഈ ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കും ഫോളോ ചെയ്യുന്നത്? എഫ് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും വിത്ത് n1, n2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പോൾ ഈ കിട്ടുന്നതായിരിക്കും എഫ് ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n1, n2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൻ്റെ സ്യൂഡോ റാൻഡം ഒബ്സർവേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു റാൻഡം നമ്പർ ജനറേഷൻ ടോപ്പിക്കിൻ്റെ അണ്ടറിൽ വരുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്. ബേസിക് ഐഡിയാസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം പഠിക്കേണ്ടതാണ്. ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ബാക്കിയായിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഇതെല്ലാവരും തന്നെ വായിച്ച് മനസ്സിലാക്കുക. താങ്ക്